ഹായ്, അസ്സാം വലൈക്കും. നാം എല്ലാവരും അറിഞ്ഞതുപോലെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിന് അവശേഷിക്കുന്നത്. ആ ഉള്ള ദിനങ്ങൾ നാം വളരെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ആദ്യ റാങ്കുകളിൽ എത്തിപ്പെടാനും അതിലൂടെ നിഷ്പ്രയാസം നമുക്ക് സീറ്റ് ലഭിക്കാനും എളുപ്പമാകും. സോ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. താഴെ നൽകിയിരിക്കുന്ന സംഖ്യാശ്രേണി എന്ന് വെച്ചാൽ ഒരു സീക്വൻസ് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക. 480, 240, 120, 60. അടുത്ത രണ്ടു സംഖ്യകൾ കണ്ടെത്തുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. സീറോസ് ഉണ്ടെങ്കിൽ ആ സീറോസിനെ നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയാം. സീറോ ഇല്ലാതെ ഒന്ന് നോക്കിയേ. 48ൻ്റെ ഹാഫാണ് 24 അല്ലേ? 24ൻ്റെ ഹാഫാണ് 12. 12ൻ്റെ ഹാഫാണ് 6. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ ഹാഫ് എന്ത് വരും? 3 വരും. അപ്പോൾ 3 വെച്ചിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഇതാണ്ട് ഇവിടെ ഉണ്ടല്ലോ, ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഏത് ഓപ്ഷന്? ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 13. ഇനി 13ൻ്റെ ഹാഫ് എന്തായിരിക്കും? 15. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി അല്ലേ? ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നാം ഓപ്ഷനിലൂടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 240 കിട്ടും. ആ 240 അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 120 കിട്ടി. ആ 120 അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടി? 16 കിട്ടി. ആ 16നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13. ആ 13നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. അങ്ങനെയാണ് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമോ? 500, 400, 300. ഇനി വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഓക്കെ, ഉത്തരം നിങ്ങൾ കമൻറ്റായി അടിയിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അതിന് മുമ്പ് ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു നമ്മൾ കണ്ടെത്തിയ? 13ഉം 15ഉം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു വർഷത്തിൽ 30 ദിവസങ്ങൾ അല്ലേ? എത്ര ദിവസങ്ങളാണ്? 30 ദിവസങ്ങൾ മാത്രമുള്ള എത്ര മാസങ്ങളാണ് ഉള്ളത്? അപ്പം ഒരു ഇയറിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യം അല്ലേ? നമുക്കറിയാം ഒരു ഇയർ എന്ന് വെച്ചാൽ 12 മന്താണ് അല്ലേ? 12 മാസങ്ങളാണ്. അതിൽ 30 ദിവസം ഉള്ളതുണ്ട്, 31 ഉണ്ട്, പിന്നെ 28 ഓർ 29. ലീപ്പ് ഇയർ അധിക വർഷം വരികയാണെങ്കിൽ ഫെബ്രുവരിക്ക് എന്തുണ്ടാകും? 29 ഇല്ലെങ്കിൽ 28. ഓക്കെ, ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. 30 ദിവസങ്ങളുള്ള എത്ര മാസങ്ങളുണ്ട്? ഞാനിവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഏതൊക്കെ മാസങ്ങളാണ് നോക്കിയേ 30 ഉള്ളത്? ഏപ്രിൽ 1, ജൂൺ 2, പിന്നെ ഏതാ? സെപ്റ്റംബർ 3, നവംബർ 4. അപ്പം 4 മാസങ്ങളാണ് 30 ദിനങ്ങളുള്ളത്. അപ്പം നോക്കാം ഓപ്ഷനിൽ 4 ഉണ്ടോയെന്ന്. ഉണ്ടല്ലോ. ഏത് ഓപ്ഷനാണ്? ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 30 രൂപ അടിസ്ഥാന വിലയുള്ള ഒരു പുസ്തകം 20% ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്രയായിരിക്കും അല്ലേ? അപ്പം ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 300. ഒറിജിനൽ അതിൻ്റെ വില 300ആണ്. അതിനെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, ഇനി വിറ്റ വില എത്രയായിരിക്കും? വിറ്റ വിലയെ നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ SP എന്ന് പറയും. ഓക്കെ, ഇവിടെ 300 രൂപയുള്ളൊരു പുസ്തകം എത്ര ശതമാനം ലാഭത്തിലാണ് വിറ്റത്? അവിടുത്തെ പ്രോഫിറ്റ് എത്രയായിരുന്നു? പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ലാഭശതമാനം എത്രയാണ് തന്നിട്ടുള്ളത്? 20%. അപ്പോൾ നമ്മൾ കാണും 300ൻ്റെ 20%. 300ൻ്റെ 20% എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? നമ്മുടെ 7ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലൊക്കെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം 300ൻ്റെ 20% കണ്ടുപിടിക്കണം. 300ൻ്റെ 20% എന്ന് വെച്ചാൽ എന്താ? 300 ×
20/100 ചെയ്താൽ 300ൻ്റെ എത്ര പേഴ്സൻറ്റേജ് കിട്ടും? 20% കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, കട്ട് ചെയ്യാമല്ലോ, നോ പ്രോബ്ലം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടിയത്? 13 × 2. 13 × 2 എന്ന് വെച്ചാൽ എത്രയാണ്? 16. അപ്പോൾ 300ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 60. ഓക്കെ, അപ്പോൾ 300ൻ്റെ 20%, 20% എന്ന് വെച്ചാൽ എത്രയാണ് കിട്ടിയത്? 60 കിട്ടി. അപ്പം വാങ്ങിയ വിലയേക്കാൾ 20% ലാഭത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ വാങ്ങിയ വില എത്രയായിരുന്നു? 300. അതിൻ്റെ കൂട്ടത്തിൽ 20% ലാഭം കിട്ടി. 20% ലാഭം എന്ന് വെച്ചാൽ എത്ര രൂപ? 60 രൂപ. അപ്പം 300ൻ്റെ കൂടെ 60 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 360. അപ്പം 360 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? ആ പുസ്തകം വിറ്റിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 360 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈസി ക്വസ്റ്റ്യൻസ്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഇതുമാതിരി ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫർദർ ക്ലാസ്സസ് അതിൽ നാം നടത്തും. അതുമല്ല ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. ഓക്കെ.